ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖവും സന്തോഷവും അനുഭവിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സഹനങ്ങളും പീഡനങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നുമുണ്ട്. അങ്ങനെ കടന്നു വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകാറുമുണ്ട്. എന്നാൽ ഇന്നത്തെ വചനത്തിലൂടെ കർത്താവ് നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും പീഡനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈശോയുമായി ഐക്യപ്പെടാനും വിശുദ്ധ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കർത്താവിനെ തിരിച്ചും സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവ് ഒത്തിരിയേറെ സഹിച്ചെങ്കിൽ അവിടുത്തോട് കൂറും കടപ്പാടും നമ്മൾ കാണിക്കുന്നത് അവിടുത്തെ സഹനത്തിലും പീഡനത്തിലും പങ്കുചേർന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളും പീഡനങ്ങളും തരുന്നവരോട് ചിലപ്പോഴൊക്കെ നമുക്ക് നീരസം തോന്നാറുണ്ട്. പകരം നമുക്ക് നന്ദിയാണ് വേണ്ടത്. കാരണം അതിലൂടെ നമുക്ക് ഈശോയുമായി ഐക്യപ്പെടാനും വിശുദ്ധ ജീവിതം നയിക്കാനും നമുക്ക് സാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.